ടൊവിനോയുടെ നരിവേട്ട എന്ന ചിത്രം എങ്ങനെ ഒരു ആവറേജ് ആയി അതിനെപ്പറ്റിയാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത്. ആദ്യം തന്നെ ഈ ഒരു ചിത്രത്തിന് അനൗൺസ്മെന്റ് വന്ന ടൈം മുതൽ അത്യാവശ്യം നല്ല രീതിയിൽ ഹൈപ്പ് ഒക്കെ ഉണ്ടായിരുന്നു. കാരണം ടൊവിനോ ഒരു പോലീസ് ഓഫീസറിന്റെ വേഷത്തിലെത്തുന്നു. പക്ഷേ മിക്ക പോലീസിലും നായകന്മാരൊക്കെ വലിയ റാങ്കുള്ള പോലീസിന്റെ വേഷത്തിലൊക്കെ ആയിരിക്കും എത്തുക. പക്ഷേ ഇതിലൊരു കോൺസ്റ്റബിൾ എന്ന രീതിയിലൊക്കെ ആയിരുന്നു എത്തിയിട്ടുള്ളത്. എന്ന് പറഞ്ഞ് കോൺസ്റ്റബിൾ ആയിട്ട് വേറെ നടന്മാരൊന്നും എത്തിയിട്ടില്ലേ എന്നല്ല ഞാൻ പറയുന്നത്. ഇപ്പോൾ ആസിഫിലേക്കായാലും കോമൻ ചിത്രം അങ്ങനെ പല ചിത്രങ്ങളെയൊക്കെ പല നായകന്മാരെ കോൺസ്റ്റബിളിന്റെ വേഷത്തിലൊക്കെ എത്തിയിട്ടുണ്ടെങ്കിലും ടൊവിനോട് ഒരു കോൺസ്റ്റബിളിൽ എത്തുന്ന ഒരു എന്ന് പറഞ്ഞ ഒരു കുറച്ച് ഡിഫറെന്റ് രീതിയിലുള്ള ഒരു ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ഒക്കെ ആയിരുന്നു ചിത്രത്തിന്റെ ടീമായാലും അന്ന് പുറത്തു വിട്ടിട്ടുള്ളത്. ചിത്രത്തിന്റെ ഓരോ അപ്ഡേറ്റ് വരുന്നവരും നല്ല രീതിയിലുള്ള പ്രതീക്ഷകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ ഒരു ടൈമിലായിരുന്നു ഈ ഒരു ചിത്രത്തിന്റെ ഭാഗത്തുനിന്ന് ഒഫീഷ്യൽ ട്രെയിലർ ഒക്കെ പുറത്തിറക്കിയിട്ടുള്ളത്. ആ ഒരു ട്രെയിലർ കണ്ട് പലവരും ഈ ഒരു ചിത്രം ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ കാണണം എന്നൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു. കാരണം ആ രീതിയിലായിരുന്നു ഈ ഒരു ചിത്രത്തിന് ടോട്ടൽ ആയിട്ടുള്ളൊരു ഔട്ട്പുട്ട് ട്രെയിലർ വന്നിട്ടുള്ളത്. കിടിലമായിട്ട് നല്ല രീതിയിലുള്ള ഒരു പലവരൊക്കെ വിചാരിച്ചിട്ടൊരു മാസ് എന്റർടൈനർ ചിത്രമാണെന്നൊക്കെയുള്ള രീതിയിൽ അത്രയ്ക്ക് ഒരു ത്രില്ലിംഗ് രീതിയിൽ പോകുന്ന പടമായിരിക്കും. നല്ല കൊമേഴ്ഷ്യൽ എലമെന്റ്സ് കാണും, അല്ലെങ്കിൽ അതേ രീതിയിലുള്ളൊരു ക്യാമറ വർക്കൊക്കെ വെച്ച് ഭയങ്കര രസമായിട്ടായിരിക്കും ഈ ഒരു ചിത്രം വരിക എന്നൊക്കെ പലരും തന്നെ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു ചിത്രം ഫസ്റ്റ് ഡേ ഇറങ്ങിയപ്പോൾ നല്ല രീതിയിലുള്ള കളക്ഷനും നല്ല രീതിയിലുള്ള റെസ്പോൺസ് ഒക്കെ നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു ചിത്രത്തിന് അത്ര മികച്ച റെസ്പോൺസ് ഒക്കെ കണ്ടപ്പോൾ ഞാൻ വലിയ രീതിയിലുള്ള പ്രതീക്ഷയ്ക്ക് ഈ ഒരു ചിത്രത്തിന് വെച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു ചിത്രം ഒരു യഥാർത്ഥ സംഭവത്തെ അടിസ്ഥാനമാക്കി വരുന്ന ഒരു ചിത്രമാണെന്ന് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഈ ഒരു സിനിമ കണ്ടപ്പോൾ ആ കാര്യമൊക്കെ മറന്നുപോയി. കാരണം ഈ ഒരു ചിത്രത്തിന്റെ ട്രെയിലറൊക്കെ ആയിരുന്നു മനസ്സിൽ. കാരണം അതൊരു കിടിലും ട്രെയിലറൊക്കെ ആയിരുന്നു ചിത്രത്തിന്റെ ടീമൊക്കെ പുറത്തു വിട്ടിട്ടുള്ളത്. ഞാൻ ആ പുള്ളി ആ ഒരു തോക്കിന്റെ കാര്യമൊക്കെ പറയുന്നുണ്ട്, അത് എൻ്റെ റൈഫിലാന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതൊക്കെ സ്പോയിലർ ആയോ, ഏകദേശം സിനിമയിലെ മെയിൻ പോർഷൻസ് ഒക്കെ പറഞ്ഞു എന്നൊക്കെ ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു ചിത്രത്തിന്റെ കഥ ആദ്യം തുടക്കം തന്നെ പറഞ്ഞു പോകുമ്പോൾ ടൊവിനോനെ അന്വേഷിച്ച് പോകുന്ന കുറച്ച് പോലീസിനാണ്. അത് കുറച്ച് പ്രത്യേകതയായിട്ട് തോന്നി. കാരണം പുള്ളി ഒരു പോലീസാണ്, എന്നിട്ട് പുള്ളീനെ ആ ഒരു പോലീസായിട്ട് പോലും പുള്ളീനെ എന്തുകൊണ്ടാണ് ഇവരെല്ലാം തിരഞ്ഞ് നടക്കുന്ന മറ്റു പോലീസുകാർ തിരഞ്ഞ് നടക്കുന്നത് എന്നൊക്കെ ഒരു ക്യൂരിയോസിറ്റി ഒക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു. പിന്നീട് പതുക്കെ ഈ ഒരു ചിത്രത്തിന്റെ കഥ പറഞ്ഞു പോകുമ്പോൾ ആദ്യം പുള്ളിയുടെ ഒരു നാട്ടിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞു പോകുന്നുണ്ട്. അതിലെ പുള്ളിയുടെ ഒരു പക്ക ഒരു നാട്ടിൻ പുറത്തുകാരുടെ സ്റ്റൈലിലൊക്കെ ആയിരുന്നു പുള്ളി ആയാലും വന്നിട്ടുള്ളത്. അതിലെ പുള്ളിയുടെ ലുക്ക് വൈസ് ആയാലും പുള്ളിയുടെ ആക്ടിങ് വൈസ് ഒക്കെ ആയാലും നല്ല രീതിയിൽ തന്നെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലായിരുന്നു ഈ ഒരു ചിത്രത്തിന്റെ കഥയായാലും പറഞ്ഞു പോയിട്ടുള്ളത്. പിന്നെ ആ ഒരു ടൈമിൽ പറയേണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു ചിത്രത്തിലെ മിന്നൽ വാള എന്ന് പറഞ്ഞൊരു പാട്ട് ആ ഒരു ടൈമിലാണ് ഉള്ളത്. ആ ഒരു പാട്ട് ഏറ്റവും വലിയൊരു ഹിറ്റായി ഭയങ്കര തരംഗമൊക്കെ ആയി മാറിയതുകൊണ്ടൊക്കെ തന്നെ പലവരും ഈ ഒരു സിനിമ ഈ പാട്ട് വെച്ചാണ് പോയത്. എല്ലാവരും വിചാരിച്ചു ഇതൊരു റൊമാൻറ്റിക് എന്റർടൈനർ സിനിമയായിരിക്കും എന്ന് വിചാരിച്ചാണ് ഈ പാട്ട് കേട്ടിട്ട് പലവരും സിനിമയ്ക്ക് പോയവരുണ്ട്. പക്ഷേ ഒരു റൊമാൻറ്റിക്കൽ സിനിമയൊക്കെ പ്രതീക്ഷിച്ച് പോയവർക്ക് ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ത്രില്ലർ ഇൻവെസ്റ്റിഗേഷൻ സിനിമയൊക്കെ ആയിരുന്നു കാണാൻ സാധിച്ചിട്ടുള്ളത്. ആ ഒരു പോർഷൻസ് ഒക്കെ ആയാലും നല്ല രീതിയിൽ തന്നെ നാട്ടിൻപുറം രീതിയിലുള്ള പോർഷൻസ് ഒക്കെ നല്ല രീതിയിൽ തന്നെ തോന്നിയിട്ടുണ്ടായിരുന്നു. പിന്നീട് പലവരും തന്നെ പുള്ളി ഒന്ന് മാറിക്കൂടെ എന്ന് ചിന്തിക്കുന്ന ടൈമിൽ തന്നെയാണ് പുള്ളി പക്കയായിട്ട് മാറി മറ്റേ ഒരു പോലീസ് ഓഫീസറിന്റെ വേഷത്തിലോട്ട് തന്നെ എത്തുന്നത്. ആ ഒരു ഫേസ് ഡിഫറൻസ് അത് കാണുന്നുണ്ട്. അത് ഞാൻ വിചാരിക്കുന്നത് എങ്ങനെ, കാരണം ആ ഒരു നാട്ടിൻപുറത്തുകാരൻ്റെ ആ ഒരു ഫേസ് ഡിഫറൻസ് അത് കൃത്യമായിട്ട് ആ ഒരു സിനിമയിൽ കാണിച്ചു പോകുന്നുണ്ട്. ഒരു പോർഷനിൽ നിന്ന് മറ്റൊരു പോർഷനിലോട്ട് പുള്ളിയുടെ ആ ഒരു സ്വഭാവം വൈസ് മാറുന്നുള്ള ആ ഒരു ലുക്ക് വൈസ് തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു ചിത്രത്തിലെ ടൊവിനോയുടെ ആയാലും സുരാജിന്റെ ആ ഒരു കോംബോ നല്ല രീതിയിൽ തന്നെ വർക്കൗട്ട് ആയിട്ട്, അതുപോലെ ഒരു ഇമോഷനൊക്കെ നല്ല രീതിയിൽ തന്നെ വർക്കൗട്ട് ആയിട്ടുണ്ടായിരുന്നു. പിന്നീട് എടുത്തു പറയേണ്ടതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൊരു ക്യാരക്ടർ ഈ ഒരു ചിത്രത്തിലെ വില്ലൻ ക്യാരക്ടർ തന്നെയായിരുന്നു. കാരണം ആദ്യമൊക്കെ പുള്ളിയുടെ ഒരു എന്ന് പറഞ്ഞാൽ പുള്ളിയുടെ സ്വഭാവം എങ്ങനെയാണെന്ന് ചോദിക്കുമ്പോഴത്തേനും അത് അവരറിയില്ല എന്നുള്ള രീതിയിൽ എങ്ങനെ വേണമെങ്കിലും വരാമെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഞാൻ ആ സിനിമ കണ്ട് പുള്ളി ആദ്യമേ ഒരു നല്ല കാര്യം എന്ന രീതിയിൽ നിങ്ങളെ വേലി ആരും പൊളിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് പുള്ളി ഒരു നല്ല രീതിയിൽ കാണിച്ചപ്പോൾ തന്നെ എനിക്ക് തോന്നി പുള്ളി മിക്കവാറും ഒരു വില്ലത്തരമായിരിക്കും കാണിക്കുകയെന്ന്. പക്ഷേ പിന്നെയുള്ള സീക്വൻസ് ആയപ്പോൾ പിന്നെയും പുള്ളി നല്ല കാര്യങ്ങൾ മാത്രം രീതിയിൽ മാത്രം ചെയ്തു പോയി. അപ്പോൾ ഞാൻ വിചാരിച്ചു പുള്ളി ഒരു നെഗറ്റീവ് ഷെയ്ഡുള്ള ക്യാരക്ടർ ആകാനുള്ള ചാൻസ് ഒക്കെ കുറവാണെന്ന് പറഞ്ഞ് എക്സ്പെക്ട് ചെയ്ത ടൈമിലാണ് പുള്ളിയും ആ ഒരു വില്ലൻ്റെ ഒക്കെ ഒരു ഗ്യാങ്ങിൽ അല്ലെങ്കിൽ വില്ലത്തരം കാണിക്കുന്ന നെഗറ്റീവ് ഷെയ്ഡുള്ള ക്യാരക്ടറാണെന്ന് പിന്നീട് മനസ്സിലായത്. പക്ഷേ എനിക്ക് പേഴ്സണലി ഈ ഒരു ചിത്രം പെട്ടെന്ന് തീർന്ന പോലെയാണ് തോന്നിയത്. ഞാൻ വിചാരിച്ചു എന്ന് പറഞ്ഞാൽ ഒരു റിയലിസ്റ്റിക് സിനിമ എന്ന രീതിയിലൊന്നും അല്ല ഞാൻ പേഴ്സണലി ഈ ഒരു ചിത്രമായാലും കാണാൻ തുടങ്ങിയത്. ഒരു കൊമേഴ്ഷ്യൽ എന്റർടൈനറൊക്കെ ഉള്ള ടൊവിനോടൊക്കെ ആയാലും ഒരു ഹൈ മൂവ്മെൻ്റ് ഒക്കെ ഉള്ളൊരു ചിത്രമായിരിക്കും എന്നൊക്കെയാണ്. പക്ഷേ ഇതൊരു റിയലിസ്റ്റിക് ചിത്രമാണെന്നൊക്കെ ആലോചിച്ച് നോക്കുമ്പോൾ ഇതൊരു കിടിലമായിട്ട് തന്നെയാണ് തോന്നിയിട്ടുള്ളത്. കാരണം ഇതിലെ പല സീക്വൻസിലും ഈ ഒരു സിനിമയെ ലിഫ്റ്റ് ചെയ്ത് നിർത്തിയിട്ടുള്ള ടൊവിനോ എന്ന് തന്നെ പറയാം. പുള്ളിയുടെ പെർഫോമൻസ് ബേസ് ഒക്കെ ആയാലും നല്ല രീതിയിൽ തന്നെ വന്നിട്ടുണ്ട്. ഇതിൽ ക്യാമറ വർക്കുകളായാലും VFX വർക്കുകളൊക്കെ ആയാലും കിടിലൻ രീതിയിൽ തന്നെ വന്നിട്ടുണ്ട്. പിന്നെ ഈ ഒരു ചിത്രത്തിലെ എവരി ക്യാരക്ടർ അവരുടെ പെർഫോമൻസ് അവർക്ക് കൊടുത്തിട്ടുള്ളത് അവർ കിടിലൻ രീതിയിൽ തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട്. അവരുടെ ഒരു ഡയലോഗ് ഡെലിവറി ഒക്കെ ആയാലും ആ ഒരു സ്ക്രീൻ ടൈം ഒക്കെ ആയാലും അവർ നല്ല രീതിയിൽ തന്നെ യൂട്ടിലൈസ് ചെയ്തിട്ടൊക്കെ തന്നെ തോന്നിയിട്ടുണ്ടായിരുന്നു. ഒരുപക്ഷെ ഈ ഒരു ചിത്രത്തിൻ്റെ ഒരു കുറച്ച് ഒരു രീതിയിൽ പ്രമോഷനൊക്കെ കൊടുത്തിരുന്നെങ്കിൽ പോലും ചിത്രം കുറച്ചുകൂടി ഒരു വൈഡർ ഓഡിയൻസിലോട്ട് ഒരു അറ്റൻഷനൊക്കെ നേടാൻ സാധിച്ചെന്നൊക്കെ എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ടായിരുന്നു. കൂടാതെ തന്നെ ഈ ഒരു ചിത്രത്തിലെ മറ്റൊരു എടുത്തു പറയേണ്ട ഒരു കാര്യമായിട്ട് തോന്നിയിട്ടുള്ളത് പലരും ഒക്കെ പറഞ്ഞിട്ടുള്ള കാര്യമായിരുന്നു ടൊവിനോ ഭയങ്കരമായിട്ട് ബോറായി പോയ ചില സീക്വൻസിലൊക്കെ അഭിനയം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു.
ഇത് ഈ ഒരു സിനിമയിലായാലും പുള്ളി കാണിക്കുന്നത് ആ ഒരു സമയത്ത് ഒരു പോലീസുകാരൻ്റെ ഒരു എന്ന് പറഞ്ഞ ആ സിറ്റുവേഷനിൽ പുള്ളി എന്ത് ചെയ്യുമായിരിക്കും, അല്ലെങ്കിൽ പുള്ളി ഒരു നിസ്സഹായനാണ്, അത്രയും ആൾക്കാർ മൊത്തം പുള്ളിക്കെതിരെയാണ്, പക്ഷെ പുള്ളിക്ക് ഫൈറ്റ് ചെയ്താൽ പറ്റത്തുള്ളൂ. പുള്ളിക്ക് മുമ്പോട്ട് ചെയ്താലും പുറകോട്ട് ചെയ്താലും പുള്ളിക്ക് എവിടെ നിന്നായാലും പുള്ളിക്ക് പണിയേ വരത്തുള്ളൂ. പുള്ളി ഒറ്റയ്ക്കുന്ന രീതിയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിനെ ഫൈറ്റ് ചെയ്ത് നിൽക്കുമ്പോൾ ഒരു സാധാരണക്കാരൻ എന്ന രീതിയിലാണ് പുള്ളി ഈ ഒരു ക്യാരക്ടറിനെല്ലാം ചെയ്തു വെച്ചിട്ടുള്ളത്. അത് നന്നായിട്ട് തന്നെ ചെയ്ത പോലൊക്കെ തന്നെയായിരുന്നു എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. ഈ ഒരു ചിത്രത്തിന് വേണ്ടി ടൊവിനോ നല്ല രീതിയിൽ തന്നെ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ചിത്രം കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. കാരണം പുള്ളിയുടെ ഓരോ ആ ഫിസിക് വൈസ് ആയാലും പുള്ളിയുടെ ഒരു ആറ്റിറ്റ്യൂഡൊക്കെ ആയാലും നല്ല രീതിയിൽ തന്നെ ഒരു പോലീസ് ഓഫീസർ, ഒരു കോൺസ്റ്റബിൾ. കാരണം ആദ്യമൊക്കെ പുള്ളീനെ ഒരു നാട്ടിൻ പുറത്തുകാരൻ്റെ ഒരു ശൈലി കാണിച്ചിട്ട് പിന്നെ പുള്ളിക്ക് അല്ലെങ്കിൽ ഈ ഒരു ജോലിയോട് വലിയ താല്പര്യമില്ല എന്നൊക്കെ രീതിയിൽ പുള്ളി നിൽക്കുന്നുണ്ട്. പക്ഷെ പതുക്കെ പുള്ളിക്ക് ഈ ഒരു ജോലിയോട് എങ്ങനെ താല്പര്യം ഉണ്ടാകുന്നു, അല്ലെങ്കിൽ നമ്മൾ പകുതിയൊക്കെ ആകുമ്പോഴത്തേന് തന്നെ വിചാരിക്കും ടൊവിനോ ആണോ വില്ലൻ, അല്ലെങ്കിൽ അവരുടെ സൈഡല്ലേ ഈ പുള്ളി നിൽക്കേണ്ടത്, പക്ഷേ അവർക്കെതിരെ നിന്ന് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുവാണല്ലോ, പുള്ളി ഇതൊക്കെ ഇപ്പം മനസ്സിലാക്കുമോ എന്നുള്ള ടൈമിൽ അതൊരു ഈച്ച് ആൻഡ് എവരി ടൈമിൽ അവർ കാണിച്ചു പോകുന്നുണ്ട്. ഇങ്ങനെ ഓരോ കാര്യങ്ങളുണ്ടായി അത് ടൊവിനോയ്ക്ക് പതുക്കെ മനസ്സിലായി. പിന്നീടാണ് പുള്ളി അതിനെ എതിർത്ത് നിൽക്കുന്നതായിട്ടൊക്കെ കാണിക്കുന്നത്. ഇപ്പം എന്നെ പോലെ തന്നെ പലവരും ഇതൊരു മാസ് എന്റർടൈനർ ചിത്രമായിരിക്കും, അല്ലെങ്കിൽ ഒരു ഹൈ മൂവ്മെന്റ് ഒക്കെ ഉള്ള ചിത്രമായിരിക്കും എന്നൊക്കെ എക്സ്പെക്ട് ചെയ്തുകൊണ്ടായിരിക്കും ചിലവർക്ക് ഒരു ഫുള്ളി സാറ്റിസ്ഫൈ ഈ ഒരു ചിത്രം നൽകാഞ്ഞത്. പക്ഷേ ചിലവർക്കൊക്കെ നല്ല രീതിയിലുള്ളൊരു എന്ന് പറഞ്ഞാൽ നല്ല രീതിയിലുള്ള എക്സ്പീരിയൻസ്, തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് ഒക്കെ ആയാലും നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ OTT പുറത്തിറങ്ങിയിട്ടായാലും നല്ല രീതിയിലുള്ള റെസ്പോൺസ് ഒക്കെ ഈ ഒരു ചിത്രത്തിന് നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് ഈ ഒരു ചിത്രം ഒരു ചെറിയ പോരായ്മയായിട്ട് തോന്നിയിട്ടുള്ളത്, കൂടുതലായിട്ടും ഞാൻ പ്രതീക്ഷിച്ചത് ഒരു ടൊവിനോയുടെ ഒരു ഹൈ മൂവ്മെന്റ് ഈ ഒരു ചിത്രത്തിൽ ഉണ്ടായിരിക്കുമെന്നാണ്. പക്ഷേ അങ്ങനെ ഹൈ മൂവ്മെന്റ് ഒന്നും പ്രതീക്ഷിച്ച് കാണേണ്ട ഒരു ചിത്രമല്ല നരിവേട്ട എന്ന ചിത്രം. ഇതൊരു പക്ക ഇമോഷണലി എടുത്തിട്ടുള്ള ഒരു ഇമോഷണൽ എന്റർടൈനർ ചിത്രം എന്ന രീതിയിലാണ്. എന്ന് പറഞ്ഞാൽ റൊമാൻറ്റിക് സീക്വൻസ് ഒക്കെ ആയാലും ഉണ്ട്. ഈ ഒരു ചിത്രത്തിൽ അത്യാവശ്യം ഒരു എന്റർടൈൻമെന്റ് രീതിയിലും കഥ പറഞ്ഞു പോകുന്നുണ്ട്. പക്ഷേ ഒരു മാസ് എലമെന്റോ അല്ലെങ്കിൽ ഒരു ഹൈ മൂവ്മെന്റോ ഒക്കെ എക്സ്പെക്ട് ചെയ്യേണ്ട ഒരു ചിത്രമല്ല നരിവേട്ട എന്ന ചിത്രം. പിന്നെ പലവരും തന്നെ അറിയേണ്ട ഒരു കാര്യം, ഈ ഒരു ചിത്രം തിയേറ്ററിൽ വിജയിച്ചോ പരാജയപ്പെട്ടോ എന്നുള്ള, അല്ലെങ്കിൽ ഇപ്പോൾ കിട്ടിയ കളക്ഷനുകളിലും ഇരട്ടി നേടിയോ എന്നൊക്കെ ഉള്ള ഡൗട്ട് എല്ലാവർക്കും തന്നെ ഉള്ളൊരു കാര്യമാണ്. ഇതിനെപ്പറ്റി ഒരു അപ്ഡേറ്റും പുറത്തിറങ്ങിയിട്ടുണ്ട്. ഈ ഒരു ചിത്രത്തിന്റെ ബഡ്ജറ്റ് ഏകദേശം എത്രയാണെന്ന് ഇതുവരെയായിട്ടും ഒഫീഷ്യലി പുറത്തിറങ്ങിയിട്ടില്ല. എന്തായാലും അത്യാവശ്യം ഒരു ബഡ്ജറ്റിലാണ് ഈ ഒരു ചിത്രം അതിലും ഒരുങ്ങിയിട്ടുള്ളത്. ഈ ഒരു ചിത്രത്തിന്റെ ഏകദേശം 25 കോടി രൂപയ്ക്ക് മുകളിലൊക്കെ ഈ ഒരു ചിത്രത്തിന് ഗ്രോസ് കളക്ഷൻ ഒക്കെ നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. എങ്കിൽ പോലും ഈ ഒരു ചിത്രത്തിന്റെ ഒരു പക്കായിട്ടുള്ള ഒരു ഒഫീഷ്യൽ ഫൈനൽ കളക്ഷൻ അപ്ഡേറ്റ് ഇതുവരെയായിട്ടും പുറത്തിറങ്ങിയിട്ടില്ല. എന്ന് പറഞ്ഞ ചിത്രത്തിന്റെ ടീമിന്റെ ഭാഗത്തു നിന്ന് അപ്ഡേറ്റുകൾ പ്രകാരം മൊത്തം ഒരു ടോട്ടൽ ബിസിനസ് വഴി തന്നെ 50 കോടി ക്ലബിലൊക്കെ ഇടം പിടിച്ചിട്ടുണ്ടെന്നൊക്കെയാണ് അപ്ഡേറ്റുകളൊക്കെ സൂചിപ്പിക്കുന്നത്. എങ്കിൽ പോലും നമുക്ക് പ്രോപ്പറായിട്ട് കിട്ടിയിട്ടില്ല ചിത്രത്തിന്റെ ഒരു തിയേറ്ററിക്കൽ ഫൈനൽ കളക്ഷൻ എത്ര ആണെന്നൊന്നും. കൂടാതെ തന്നെ ഈ ഒരു ചിത്രം തിയേറ്ററിൽ ഇതിലും വലിയൊരു വിജയമാകേണ്ട ഒരു ചിത്രം. കാരണം ഈ ഒരു ടൈപ്പുള്ള റിയലിസ്റ്റിക് ചിത്രം എങ്ങനെ എടുക്കണമെന്ന് കിട്ടുന്ന രീതിയിൽ തന്നെ ഈ ഒരു ചിത്രം എടുത്തു വെച്ചിട്ടുണ്ടെന്നൊക്കെ പലവരും പറഞ്ഞിട്ടുള്ളൊരു കാര്യം തന്നെയായിരുന്നു. പക്ഷേ ഈ ഒരു ചിത്രത്തിന് കുറച്ച് രീതിയിലുള്ള പ്രൊമോഷൻസും കുറച്ചുകൂടെ ഒരു വലിയ റിലീസൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പോലും ഇതിലും ഒരു ഇരട്ടി കളക്ഷനൊക്കെ ഈ ഒരു ചിത്രത്തിന് നേടിയെടുക്കാൻ സാധിച്ചെന്നൊക്കെയാണ് ഞാൻ പേഴ്സണലി എക്സ്പെക്ട് ചെയ്യുന്നത്. കാരണം ഈ ഒരു ചിത്രം നിങ്ങൾ ഓർക്കുക, അന്ന് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ഹൈപ്പിൽ, അല്ലെങ്കിൽ അത്യാവശ്യം നല്ലൊരു ഹൈപ്പിൽ പുറത്തിറങ്ങിയിട്ട് പോലും ഈ ഒരു ചിത്രം ആദ്യത്തെ 1-2-3 ദിവസത്തേക്ക് നല്ലൊരു ഹൗസ്ഫുൾ ഷോസും അത്യാവശ്യം നല്ലൊരു കളക്ഷനൊക്കെ ഈ ഒരു ചിത്രത്തിന് ബീറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു ചിത്രം ഏകദേശം 3 ദിവസം കൊണ്ട് അത് 15 കോടിയൊക്കെ ക്രോസ് ചെയ്തെന്നുള്ള ഒഫീഷ്യൽ പോസ്റ്ററൊക്കെ ചിത്രത്തിന്റെ ടീമൊക്കെ തന്നെ ആയാലും ഒന്ന് പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു. അന്ന് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ട്രെയിലറിന്റെ ഒക്കെ ഒരു ഹൈപ്പിൽ പുറത്തിറങ്ങിയ ചിത്രത്തിന് അത്യാവശ്യം നല്ലൊരു പ്രൊമോഷൻസ് വൈസ് ഒക്കെ കൊടുക്കുമായിരുന്നെങ്കിൽ അതിലും ഒരു ഇരട്ടി ഹൈപ്പ് അല്ലെങ്കിൽ ഇരട്ടി ഒരു കളക്ഷനൊക്കെ ഈ ഒരു ചിത്രത്തിന് ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചെന്നൊക്കെ എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ടായിരുന്നു. അതുതന്നെ വിഷ്വലി ഒക്കെ ആയാലും നല്ല രീതിയിൽ തന്നെ ഈ ഒരു ചിത്രത്തിന്റെ സീൻ ബൈ സീൻ ഒക്കെ ആയാലും കാണിച്ചു പോയിട്ടുണ്ടായിരുന്നു. ഏതായാലും ടൊവിനോയുടെ സ്ക്രിപ്റ്റ് സെലക്ഷൻ വൈസ് ആയാലും നല്ല ഇത് വരുന്നുണ്ട്. കാരണം പുള്ളിയുടെ ഇപ്പോൾ കണ്ടിന്യൂ ആയിട്ടുള്ള പല ചിത്രങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിലും ഏകദേശം ഒരു പാറ്റേൺ അനുസരിച്ചൊന്നുമില്ല. ഇപ്പോൾ ഒരു ചിത്രം പോലെ മറ്റൊരു ചിത്രം അതേ സാദൃശ്യം വരുന്ന ചിത്രം എന്ന രീതിയിലൊന്നുമില്ല. എൻ്റെ ഡിഫറെന്റ് ആയിട്ടുള്ള സ്ക്രിപ്റ്റ് വൈസ് ആണ് പുള്ളി സെലക്ട് ചെയ്യുന്നത്. അതിലൊരു റിയലിസ്റ്റിക് ചിത്രം കൂടെ വന്നപ്പോൾ പലവർക്കും തന്നെ ഈ ഒരു ചിത്രം എന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇപ്പം ഞാൻ ഈ ഒരു കാര്യം പറയുമ്പോൾ പലവരും പറയും ഈ ഒരു ചിത്രം വലിയൊരു ഹിറ്റ് ആയിരുന്നു, അല്ലെങ്കിൽ ഈ ഒരു ചിത്രത്തെ എന്താണ് ഇത്രയും വലിയൊരു പുകഴ്ത്തി, അല്ലെങ്കിൽ ഇത്രയും കിടിലം ഒരു ചിത്രമോ ആണോ, അല്ലെങ്കിൽ ടൊവിനോയുടെ ആക്ടിങ് ഇത്രയും വലുതാണോ എന്നൊക്കെ പലവരും തന്നെ പറയും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ഈ ഒരു ചിത്രത്തിലൂടെ അവർ കാണിച്ചിട്ടുള്ളത് പക്ക ഒരു റിയലിസ്റ്റിക് സ്റ്റോറിയാണ്. കാരണം ആ ഒരു അവരുടെയൊക്കെ ഒരു സ്ട്രഗിളിങ്ങും എന്താണ് അവിടെ സംഭവിച്ചതൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെയാണ് അവിടെ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ടൊവിനോയുടെ പോലീസ് ക്യാരക്ടറിന് വലിയൊരു ഹൈ മൂവ്മെന്റ് ഒക്കെ കൊടുക്കാൻ പറ്റിയിട്ടുള്ള ടൈമൊന്നും അല്ല. പുള്ളി ഒരു ഹൈ മൂവ്മെന്റ് ഒക്കെ കാണിച്ച് വലിയൊരു മാസ് ഹീറോ ഒക്കെ ആണെങ്കിൽ പലവരും എക്സ്പെക്ട് ചെയ്യും പുള്ളിക്ക് ബാക്കിയുള്ളവരെയൊക്കെ ഇടിച്ച് ജയിക്കാൻ പറ്റുമെന്ന്. പക്ഷേ ഇതിൽ പുള്ളി ഒരു സാധാരണക്കാരൻ എന്ന രീതിയിൽ നിൽക്കുമ്പോഴാണ് പലവർക്കും തോന്നുന്നത് പുള്ളി ഇവരെയൊക്കെ മറികടന്ന് എങ്ങനെ പറ്റും. കാരണം പുള്ളിക്ക് ചുറ്റും എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും ശത്രുക്കൾ എന്ന രീതിയിലൊക്കെയാണ് കാണിച്ചു പോകുന്നത്. അതുകൊണ്ടൊക്കെ പുള്ളിക്ക് എന്ത് ചെയ്യുമെന്ന് പലവരും തന്നെ ചിന്തിക്കുന്ന ഒരു ടൈം. ആ രീതിയിലാണ് ഈ ഒരു ചിത്രത്തിന്റെ കഥ പറഞ്ഞു പോയിട്ടുള്ളത്. അതൊക്കെ തന്നെയാണ് പലരും എക്സ്പെക്ട് ചെയ്യുന്നത്. കാരണം നായകൻ ഭയങ്കരമായിട്ട് സ്ട്രോങ് ആയിട്ട് വില്ലന്മാർ താഴ്ന്നു നിൽക്കുമ്പോഴല്ല, വില്ലന്മാർ ഭയങ്കര സ്ട്രോങ് ആയി നായകൻ കുറച്ച് താഴ്ന്നു നിൽക്കുമ്പോഴാണ് പലവർക്കും സിനിമ കാണാനും നല്ലൊരു ആകാംക്ഷയൊക്കെ ഉണ്ടാവുക. ഈ ഒരു വീഡിയോയിലൂടെ പറഞ്ഞിട്ടുള്ളത് എൻ്റെ പേഴ്സണലായിട്ടൊരു അഭിപ്രായം മാത്രമാണ്. ഈ ഒരു സിനിമ നിങ്ങളും കണ്ടു കാണും. നിങ്ങൾ കണ്ടുകൊണ്ട്
എന്നുള്ളത് നിങ്ങളുടെ പേഴ്സണലായിട്ടോ അഭിപ്രായം. നിങ്ങൾക്ക് ഈ ഒരു ചിത്രം നിങ്ങളുടെ ഹൈപ്പിന് മേളിൽ പോയൊരു എക്സ്പീരിയൻസ് ആണോ നൽകിയ, അല്ലെങ്കിൽ ഒരു കിടിലം സാറ്റിസ്ഫൈ നൽകിയ ഒരു റിയലിസ്റ്റിക് എൻ്റർടൈനർ ചിത്രമാണോ അല്ലയോ എന്നുള്ളൊരു കാര്യം തീർച്ചയായും കമൻറ്റ് ചെയ്യുക. കൂടാതെ തന്നെ ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ പേഴ്സണലായിട്ട് അഭിപ്രായങ്ങൾ തീർച്ചയായും കമൻറ്റ് ചെയ്യുക.